ഹായ് ഹലോ, ഇന്നൊരു മിനി വ്ളോഗ് ആയാലോ. അപ്പോൾ നിങ്ങളൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഞാനതിന് ഒരുങ്ങായിരുന്നു കേട്ടോ. ജസ്റ്റ് ഷോർട്സ് എടുത്തിട്ട് കുറച്ച് ദിവസമായി. എന്നും ഇങ്ങനെ ഷോർട്സ് എടുക്കണം വിചാരിക്കത്തേ ഉള്ളൂ, എടുക്കാറ് കുറവാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കൊച്ചുറങ്ങാണ്. അപ്പം ഒരു ഷോർട്സ് എടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരുക്കൊന്നുമില്ല, മുടിയൊന്ന് ചെയ്യണം, ഒരു ക്രാബ് എടുത്ത് കെട്ടണം, അതുപോലെ തന്നെ കണ്ണെഴുതലും അങ്ങനെയൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് എന്തായാലും മസ്റ്റാണ്. ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു യുഗത്തെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെയാണ്. മുടി ചീന്തി കെട്ടി, അതുപോലത്തെ ലിപ്സ്റ്റിക്ക് ഇട്ടു. പൗഡർ ചിലപ്പോൾ പൗഡർ ഇടും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ പൗഡർ ഇവിടെ കാണാനല്ല, അപ്പോൾ പിന്നെ പൗഡർ വേണ്ടാന്ന് വെച്ചിട്ടോ. പൗഡർ എവിടെയോ പോയി, കാണുന്നില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് എന്തായാലും ഇട്ടില്ലെങ്കിൽ അതൊരു ശരിയാവില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നു, ലിപ്സ്റ്റിക്ക് നിരോധിക്കാന്നൊക്കെ പറയുന്ന കേട്ടു. എന്താവോ എന്തോ. ഏതായാലും ഞാനും ഹസ്ബൻഡ് കുത്തിത്തിരക്കി ഒരുങ്ങാട്ടോ. എപ്പോഴും അതെ, ഞങ്ങൾ രണ്ടാളൊപ്പം ഇങ്ങനെ കുത്തിത്തിരക്കിയാണ് അധികം സമയം ഒരുങ്ങാറ് കേട്ടോ. ഹസ്ബൻഡ് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഇഷ്ടേ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടട്ടെ, കുറച്ച് ലിപ്സ്റ്റിക്ക് വേണമെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഒരുങ്ങിക്കഴിഞ്ഞു. ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് സിന്ദൂരാക്കി ഇടാൻ നോക്കിയതാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ്, കയ്യിലുള്ള ബാക്കിയുള്ള ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്നിട്ട് സിന്ദൂരാക്കി നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ കൊച്ചപ്പോഴേക്ക് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിനൊന്ന് ഉറക്കാൻ നോക്കിയപ്പോൾ തന്നെ മുടിക്കോലായി. അപ്പോൾ അങ്ങനെ ഒന്നും കൂടിയും കെട്ടുകയാണ് കേട്ടോ. ഒന്നും കൂടിയും മുടിയൊക്കെ ചീകി ക്രാബ് ഇടുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇങ്ങനെയല്ല കേട്ടോ വിചാരിച്ചത്. അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ഓരോരോ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചത്. ജസ്റ്റ് എന്താ പറയുക, വീഡിയോ എടുക്കൽ അപാരത എന്ന് പറഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് മിനി വ്ളോഗായിട്ട് മാറിയിട്ടാണ്. കാരണം അത് എടുക്കാൻ പറ്റിയില്ല. കാരണം ക്ലിയർ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ, അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ മെയിൽ കഴുകി വന്നപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മിറർ സൈഡ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മിറർ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കാണ് കേട്ടോ. ആകെ ലിപ്സ്റ്റിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എത്ര റെഡിയാക്കിയാലും റെഡി ആവില്ല. പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു മൈൻഡ് ഒരു ഗതികേടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. മിററൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. പൗഡറിൻ്റെ ഇതിൻ്റെ പൊടികളുണ്ടായിരുന്നു. പിന്നെന്താ, അവരൊക്കെ ഡിസോർഡറായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് അതൊക്കെ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലേ. എപ്പോഴും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ദേഷ്യമാണ്, ഇങ്ങനെ കാണുമ്പോൾ ഒരു ദേഷ്യമാണെങ്കിൽ കൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നതൊന്ന് ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അത് കാണുമ്പോൾ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണല്ലേ. ഏതായാലും എപ്പോഴും ഇതിനൊന്നും ടൈം കിട്ടാറില്ല. ഉള്ള ടൈം വെച്ചിട്ട് ഞാനതൊക്കെ ചെയ്യുകയാണ്. അവിടെയും മറ്റേ സൈഡിലൊക്കെ റെഡിയാക്കാനുണ്ട്. എങ്കിലും നമുക്ക് മിറർ സൈഡ് ജസ്റ്റ് ഒന്ന്, അധികമൊന്നുമില്ല, എല്ലാ ഇതൊന്നും റെഡിയാക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, അടിപൊളിയായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളോട്ട് പോകുന്നില്ല. ഒരുപാട് മഹാറാലിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും മുകളിലത്തതൊന്നും ഒക്കെ മുടി പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അതിന് വേറെ ദിവസം ആവട്ടെ. ഇപ്പോൾ കുറച്ച് ടൈമിനുള്ളിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു എന്തെങ്കിലും കിട്ടി വേണ്ടിയിട്ട് ചെയ്തിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുടി നിൽക്കാനായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഒതുക്കി കിട്ടിയാലും ഒരു ഭാഗത ഇങ്ങനെ ഇരിക്കും. പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. ഫുഡിനെന്താ, എല്ലാം മുരിങ്ങ പരിപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊണ്ടാട്ട മുളക്, മസാലക്കറി, ചെറുപയർ ഹസ്ബൻഡ് അല്ലെ സ്കൂളിലൊക്കെ ഇട്ടില്ലേ ചെറുപയർ, അതിൻ്റെ ആ ഒരു രീതിക്ക് വെക്കാൻ നോക്കിയതാണ്. പക്ഷെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിന് സ്റ്റൂവിന് ബേസിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്തായാലും അടിപൊളിയൊന്നും വേറൊരു ടേസ്റ്റാണ്. ഹസ്ബൻഡ് വിചാരിച്ച പോലെ അങ്ങോട്ട് ആയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങളത് ഫുഡൊക്കെ കഴിക്കണം. ഞാൻ ഹാനകൃഷ്ണനെ കുറിച്ചൊക്കെ പറയുന്നു കേട്ടോ. ഹാനകൃഷ്ണൻ എങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ വിഭവത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അതേപോലെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയുകയാണ്. പിന്നത്തെ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ച് എഴുന്നേറ്റ്. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളായ, കൊച്ചിന് വയ്യ, പനിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആകെ കുറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.